ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ നമ്മുടെ ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ തലേ ദിവസം കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാനുള്ള കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് നമുക്ക് ആ കുക്കറിലേക്ക് നമ്മുടെ ഗ്രീൻ പീസും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക, ഒരു സവോള, ഒരു മീഡിയം സൈസിൽ ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ആ സവോളയും പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഒരു 2 അല്ലെ 3 വിസിൽ വരെ നമുക്ക് ഗ്യാസിൽ വെച്ച് അടുപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ വിസിലൊക്കെ അടിച്ചത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയൊരു പിടി തേങ്ങ ചിരകിയത്, 2 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, പിന്നെ ഒരു 3-4 കാന്താരി, പിന്നെ 2 ഏലക്ക, പിന്നെ ആവശ്യത്തിന് കുറച്ച് പെരിഞ്ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസും ഇതെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കത് ഒരു ചട്ടിയിലേക്ക് നമുക്കത് മാറ്റാം. നമ്മുടെ വെന്ത ഗ്രീൻ പീസും ഇതും കൂടി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസും എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നമുക്ക് മനസ്സിലാകും. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്നും കൂടി ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഇതൊന്നുകൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്നും കൂടി ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതൊക്കെ കുറച്ചും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നമ്മുടെ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു ചട്ടി അടുപ്പേ വെച്ച് നമുക്ക് കടുക് താളിച്ചെടുക്കാം. കടുകും താളിച്ച് എടുത്ത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ആയപ്പോഴത്തേനും നമ്മുടെ വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഇത് നമുക്ക് റെഡിയാക്കാൻ. നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന വെജിറ്റബിൾ കറിയുടെ അതേ രുചിയായിരിക്കും ഇതിന്. ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നോടം വരേക്കും ബൈ.